അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കള്. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളെ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവെ, ഞങ്ങൾ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള്
ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇവിടെ പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങളെ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കർത്താവ് അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9, 10 ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യന്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിന്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വരൻ എന്നേക്കുമേ. ഇന്നൊരു രസം ഉണ്ടായേ. ഇന്നലെ ഞാൻ അൾത്താറയിൽ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നിയവരോട് ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവർ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം ഈ കൃപാസനത്തിൽ ആൾത്താരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് വെച്ചാലേ നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്നാൽ എനിക്ക് മനസ്സിലാവും. ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കുക, ചേട്ടാ സുഖമാണ്, ചേട്ടാ വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, അറിയാമല്ലോ. പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും, വരാം ചേച്ചാ കൈ തന്നെയൊന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങനത്തെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് അൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണത്, ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്തറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തില്ല. അപ്പം അവരെ മെലിഞ്ഞ ആള് ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, അതാ മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അത്താഴയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അത്താഴ വരികയാണെങ്കിലും ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെക്കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയെ കുരിശിട്ട് അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ് ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള്
കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പം ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തലയിലേക്ക് ഞാൻ സംസാരിക്കാൻ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ടേ. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനന്റ് കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. എൻ്റെ പേര് റെബേക്ക ബെൻ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഒത്തിരിയേറെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് ബാംഗ്ലൂർ 21 വർഷമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു. അതെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ ഒത്തിരിയേറെ വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നിരുന്നാൽ പോലും ഒരിക്കൽ പോലും വിശ്വാസം ഞങ്ങൾ കൈവിടുകയോ പ്രാർത്ഥന ഉപേക്ഷിക്കുകയോ മാതാവിൻ്റെ ജപമാല കൈവിടുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പല പ്രാവശ്യം പലരിൽ നിന്ന് കൃപാസനത്തെപ്പറ്റിയും കൃപാസനം മാതാവിനെ പറ്റിയും ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും എനിക്ക് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഒന്നും തോന്നിയില്ല. അപ്പോൾ മാതാവ് ഇടപെടാനുള്ള സമയമായില്ല എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ശരി, ഈ കഴിഞ്ഞ 2022 ഒക്ടോബർ 28 ഞാൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, ജപമാല പറയും. അങ്ങനെ ബൈബിൾ വായിച്ച് ജപമാലയെല്ലാം പറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോൾ ഞാൻ സമയം ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ 5 മണിയായിരുന്നു സമയം കണ്ടത്. പക്ഷെ ഞാൻ മയക്കത്തിൽ ഇങ്ങനെ ഒരു സ്വരം കേട്ടു, നീ എഴുന്നേറ്റ് കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ സ്വപ്നത്തിലാണോ എന്താ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പോൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ എന്നോടൊരു പെങ്കൊച്ച് എപ്പോഴും കൃപാസനത്തെ പറ്റി പറയുമായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ സ്വരം കേട്ടു, ഏഞ്ചലായ കൂട്ടി നീ കൃപാസനത്തിലേക്ക് വാ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു ഞാൻ കൃപാസനത്തിൽ വന്ന് എന്താ ചെയ്യണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നീ എന്നോട് പറ, ഞാൻ നിനക്കത് സാധിച്ചു തരാം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ ഭയങ്കരമായ ഒരു വിഷമാവസ്ഥയിലായിരുന്നു. എനിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം സാധിച്ചു കിട്ടണമായിരുന്നു. അതിനെനിക്ക് 10 ദിവസത്തെ സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മാതാവ് പറഞ്ഞ്, ഞാൻ വീണ്ടും സ്വരം കേൾക്കുക, നീ ഡേറ്റ് ഇട്ടിട്ട് എന്നോട് പറ, ഞാൻ നിനക്ക് സാധിച്ചു തരാം. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃപാസനം മാതാവാണ് എന്നോട് സംസാരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഡേറ്റ് പറയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വിശ്വാസക്കുറവ് പോലെ, കാരണം മനുഷ്യരാൽ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു എൻ്റേത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന് സാധിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ മാതാവിന് നാണക്കേടുമാകും, എനിക്ക് വിഷമവും ആകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഡേറ്റൊന്നും പറയുന്നില്ല, എൻ്റെ ഈ ആവശ്യം നടന്നു കിട്ടാൻ എനിക്ക് 10 ദിവസം സമയമേ ഉള്ളൂ, അമ്മേ എനിക്കത് സാധിച്ചു തരണം എന്ന് പറഞ്ഞു. ഇത് ഒക്ടോബർ 28 ഇത് നടക്കുന്നത്. നവംബർ 6 പറയുന്ന ഒരു ദിവസം, 10 ദിവസം പോലും എടുത്തില്ല, എൻ്റെ ആ വലിയ ആവശ്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നു. എൻ്റെ ആവശ്യം നടന്നു കഴിഞ്ഞിട്ടും എനിക്ക് കൃപാസനത്തിൽ വരാൻ ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ പെൺകൊച്ചിനെ വിളിച്ചു. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഏഞ്ചല, മാതാവ് പറയുന്നു നിന്നെ കൂട്ടിയിട്ട് കൃപാസനത്തിൽ വരാൻ പറയുന്നെന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്ക് ആ കൊച്ചു ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾക്ക് ഒക്ടോബറിൽ ജോലി കിട്ടി. അപ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞായിരുന്നു അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സാലറിയിൽ അവൾ ഒരാളെ കൃപാസനത്തിൽ കൊണ്ടുവരാമെന്ന്. അങ്ങനെ അവൾ അവളുടെ ഫ്രണ്ട്സിനോടും ഒത്തിരി ആൾക്കാരോടും ഒക്കെ ചോദിച്ചു കൃപാസനത്തിൽ അവളുടെ കൂടെ വരാമോ എന്ന്. അപ്പോൾ ആരും വരാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ അവളെ ഒക്ടോബർ 28 വിളിച്ചിട്ട് പറയുന്നത്, ഏഞ്ചല, മാതാവ് എന്നോട് പറയുന്നു നിന്നെ കൂട്ടി കൃപാസനത്തിൽ വരാൻ പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങി. ചേച്ചി, ഞാൻ ഇന്ന് വരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയില്ല. അപ്പോൾ ചേച്ചിയെ കൊണ്ട് കൃപാസനത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ചേച്ചിയെ തന്നെയാണ് ഞാൻ കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നവംബർ 10 അവളുടെ സാലറി കിട്ടിയിട്ട് അവൾ എന്നെയും കൊണ്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. നവംബർ 10 ഡിസംബർ 10 അവൾ എന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ചോദിച്ചു, അമ്മേ, എനിക്ക് ഇനിയും അമ്മയുടെ അടുത്ത് എത്താനുള്ള സമയമായിട്ടില്ലയോ, എന്താണ് എൻ്റെ തടസ്സം എന്ന് ചോദിച്ച് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പം മാതാവ് എന്നോട് പറഞ്ഞു, ആ കൊച്ചിന് നിന്നെയും കൊണ്ട് കൃപാസനത്തിൽ പോകാനുള്ള പണമില്ല. അപ്പം നീ അവളോട് പറ, അവളുടെ ചിലവും കൂടെ നീ എടുക്കാമെന്ന് പറ, അപ്പോൾ അവൾ നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡും കൂട്ടുകാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, മാതാവ് നിനക്ക് ഇത്രയും വലിയ കാര്യം ചെയ്തു തന്നതല്ലേ, നീ ആ കൊച്ചിനെ വെയിറ്റ് ചെയ്യണ്ട, നീ കൃപാസനത്തിൽ തന്നെ പോയിട്ട് വാ. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അപ്പം ഞാൻ അവളെയും കൊണ്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 10 അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി, മാതാവ് പറയുന്നത് നിൻ്റെ അടുത്ത് പൈസ ഇല്ലെന്നാണ് പറയുന്നത്, എന്നോട് എല്ലാ ചിലവും കാര്യങ്ങളും എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എടുത്തോളാം, നമുക്ക് പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇന്ന് തന്നെ ടിക്കറ്റ് എടുത്തോ, ഞാൻ വരാൻ റെഡിയാ, എൻ്റെ അടുത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ചേച്ചിയെ കൊണ്ടുപോകാതിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ ടിക്കറ്റൊക്കെ റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്ന് അപ്പോൾ ഞാൻ ഒത്തിരി വർഷമായിട്ട് പല അസുഖങ്ങളായിട്ട് കഷ്ടപ്പെടുവാണ്. എൻ്റെ വയറ്റിൽ ഓൾറെഡി എനിക്ക് 6 ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിനകത്ത് വലിയൊരു സർജറി നടന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വയറ്റിൽ ഒരു 15 സെൻറ്റിമീറ്ററുള്ള ട്യൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂമർ ആർക്കും റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒത്തിരി വളർന്നു പോയി. അപ്പോൾ 5 സെൻറ്റിമീറ്റർ കൂടുതലുള്ള ട്യൂമർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡോക്ടേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ആയപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു അത് ടച്ച് ചെയ്താൽ പൊട്ടിപ്പോവും, അപ്പോൾ അവർക്ക് ഭയങ്കര റിസ്ക്കാണ്, നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 11ാമത്തെ ഹോസ്പിറ്റലാണ് ഒരു ഡോക്ടർ എൻ്റെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞത്. അങ്ങനെ എനിക്ക് വലിയൊരു സർജറി കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ സർജറി എന്ന് പറഞ്ഞാൽ ഈ ട്യൂമർ എടുക്കുന്ന കൂടെ എൻ്റെ യൂട്രസും ഓവറിയും സെർവിക്സും റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നുള്ള ഇതിൽ എല്ലാം റിമൂവ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ജോലികളൊക്കെ ചെയ്തപ്പം എൻ്റെ ഓർഗൻസ് പ്രൊലാപ്സ് ആയിപ്പോയി, എനിക്ക് ഇൻറ്റസ്റ്റൈൻ ഡിസെൻഡിങ് ആയി. അപ്പോൾ എൻ്റെ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ 6 ഓപ്പറേഷൻ വയറ്റിൽ ചെയ്തപ്പം അവർ ഹോൾ ഇടുമല്ലോ, അതിൽ കൂടെ എനിക്ക് ഹെർണിയ ആയി. അപ്പോൾ ഈ ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ബ്ലാഡറിൻ്റെ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് ബ്ലാഡർ ലീക്കാണ്. അങ്ങനെ വയറ്റിൽ എനിക്ക് 3 മേജർ സർജറിയും കൂടെ ചെയ്യണമായിരുന്നു. ആ സമയത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനോ 10 നിമിഷം പോലും നിന്ന് ജോലി ചെയ്യാനോ നടക്കാനോ വെയിറ്റ് എടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് കാല് മുകളിലേക്ക് ഉയർത്തി വെച്ച് തല താഴേക്ക് വെച്ച് കിടക്കണം, എഴുന്നേറ്റ് നടക്കാനേ പാടില്ല, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഏതായാലും ശരി, എനിക്ക് യാത്ര ചെയ്ത് വരാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഇങ്ങോട്ട് ഇതിനകത്തേക്ക് കയറി വരാൻ പോലും പറ്റില്ലാത്തത്ര ജനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് തിരിച്ചു പോകാം, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു. അവൾ പറഞ്ഞു, സാരമില്ല ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുന്നതിന് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ മാതാവ് എന്നോട് ആ സമയത്ത് ഈ കൊച്ചെൻ്റെ കയ്യെ പിടിച്ച് കൃപാസനം മുഴുവൻ കൊണ്ടു നടന്ന് കാണിക്കുന്നത് മാതാവ് എന്നെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ കൃപാസനം മുഴുവൻ നടന്ന് ഞങ്ങൾ രണ്ടുപേരോട് നടക്കുമ്പം ജോസഫ് അച്ഛൻ എന്നെ വിളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ കയറിയപ്പോൾ മുതൽ പ്രാർത്ഥിച്ചു, അമ്മ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ഭംഗിയായിട്ട് നടത്തി തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ ജനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി. ഏതായാലും ശരി, ഞാൻ ഈ പള്ളിയിൽ കയറി നിന്നു കുറേ സമയം, ഇരിക്കാനൊന്നും സ്ഥലമില്ല.
അപ്പോൾ ഇവിടെ ഇരുന്ന ആളുകളെയൊക്കെ ഞാൻ നോക്കി, എനിക്ക് ഒരിച്ചിരി സ്ഥലം തരുമോ എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ വയ്യാത്തത്ര വേദനയാണ്. അപ്പോൾ എൻ്റെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങി വന്നാൽ അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ എനിക്ക് സ്ഥലമൊന്നും കിട്ടിയില്ല. ഏതായാലും ശരി, ആ കൊച്ചു വന്ന് എൻ്റെ കയ്യെ പിടിച്ച് എന്നെ സ്റ്റെപ്പ് കയറി വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ പറ്റുന്ന ആളല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ എവിടെയാണ് കൊണ്ടുപോകുന്നത്? അവൾ പറഞ്ഞു, ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതി. അങ്ങനെ എന്നെ എത്ര സ്റ്റെപ്പ് ഞാൻ കയറിയെന്നൊന്നും അറിയില്ല, ഓടിക്കേറിയാണ് പോയത്. അങ്ങനെ മുകളിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഹോള് നിറയെ ആൾക്കാരിയ്ക്കുക. അപ്പോൾ ആ കൊച്ചെന്നോട് പറഞ്ഞു, ചേച്ചി ഈ കൂടെ ഇരുന്നോളാൻ പറഞ്ഞു. എന്തിനാന്ന് പോലും അറിയില്ലാതെ ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴാണ് അറിയുന്നത് ഉടമ്പടിക്കാണെന്ന്. ഏതായാലും ശരി, ഞാൻ ജോസഫ് അച്ഛൻ പറഞ്ഞതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. ഉടമ്പടി എടുത്ത് താഴെ വന്നു, മാതാവിനെ എടുത്തുകൊണ്ട് ഇവിടെ വന്നു. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ആൾത്താരയിലേക്ക് നോക്കുവാണ്. അപ്പോൾ ജോസഫ് അച്ഛൻ ഇവിടെ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛൻ എന്നോട് സംസാരിക്കുന്നത് കാണിച്ചു തന്നു, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ, അമ്മ എന്നെ കാണാതെ വിടല് കേട്ടോ എന്നൊക്കെ അമ്മയ്ക്ക് എന്നോട് പറയാനുള്ളത് അച്ഛനിലൂടെ എന്നോട് പറയണേ എന്നൊക്കെ. എനിക്ക് ആ സമയത്ത് എന്തൊക്കെ പ്രാർത്ഥിക്കാൻ തോന്നി അതൊക്കെ അമ്മയോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് ഞാൻ. ഏതായാലും ശരി, ഉടമ്പടിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ടോക്കൺ എടുക്കാൻ ചെന്നപ്പം ടോക്കൺ തരേണ്ട മാനേജർ ഓഫീസിലില്ല. എല്ലാവർക്കും ടോക്കൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഓഫീസിലുള്ളവർ പറഞ്ഞു, ടോക്കൺ തരേണ്ട ആൾ ഇവിടുന്ന് പോയി, ഇന്നിന് നിങ്ങൾക്ക് ടോക്കൺ കിട്ടത്തില്ല, നാളെ സൺഡേ ആണ്, ജോസഫ് അച്ഛൻ ഇവിടെ ഇല്ല, മൺഡേ നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം എനിക്ക് തിരിച്ച് ബസ്സാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ മാർഗ്ഗമില്ല, സമയം കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു. ഞാനിവിടെ അൾത്താരയിൽ വന്നിങ്ങനെ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്, എനിക്കിങ്ങനെ തിരിച്ചു പോകാൻ വയ്യല്ലോ അമ്മേ എന്ന് ഇങ്ങനെ വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ കൊച്ചു പറഞ്ഞു, ഞാൻ ഇവിടെയെല്ലാം നോക്കാം ആ ചേട്ടനുണ്ടോ എന്ന്. ആ കൊച്ചു ഇതിലെല്ലാം നടന്ന് നോക്കി, ആ ചേട്ടൻ വീട്ടിൽ പോയെന്നാണ് അറിഞ്ഞേ. എന്നിട്ട് അവൾ എൻ്റെ അടുത്ത് ഇവിടെ അൾത്താരയിൽ വന്നിട്ട് പറഞ്ഞു, ചേച്ചി ആ ചേട്ടൻ തിരിച്ചു പോയി, നമുക്ക് ടോക്കൺ കിട്ടത്തില്ല, അച്ഛനെ കാണാൻ ഒക്കില്ല എന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ മാതാവ് പറയുന്ന അങ്ങനെ അല്ല, ഓഫീസിലേക്ക് ചെല്ലാനോ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എൻ്റെ വാക്ക് വിശ്വസിച്ച് ചെന്നപ്പോൾ ആ ചേട്ടൻ്റെ ഓഫീസിൽ ചെയറിൽ ഇരിപ്പുണ്ട്. കാര്യം പറഞ്ഞ ഉടനെ ചേട്ടൻ പറഞ്ഞു, അവരോട് ഫയൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ചേട്ടൻ എൻ്റെ ഫയലൊക്കെ കണ്ടു, മെഡിക്കൽ ഫയലെല്ലാം കണ്ടു. എൻ്റെ പ്രോബ്ലം അത്രയും വളരെ വലുതാണെന്ന് മനസ്സിലാക്കി ആ ചേട്ടൻ എനിക്ക് ടോക്കൺ എഴുതി തന്നു. ആ ടോക്കണും കൊണ്ട് ഞാൻ ഓടി ഇവിടെ വരുമ്പം അവസാനത്തെ ആളും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ടോക്കണും കൊണ്ട് ഓടി വന്നു. അച്ഛൻ അത് വായിച്ച് നോക്കിയിട്ട് ചോദിച്ചു, മോളെ ഇതെന്നതാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇതുപോലെയൊക്കെ എനിക്ക് പ്രശ്നമാണ്, ഞാൻ ഇത്രയും വർഷം ലോകത്താ കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എൻ്റെ ഫയലെടുത്തിട്ട് ഈശോയുടെ കാൽച്ചുവട്ടി വെച്ച് പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഈശോയുടെ ആ രൂപം കയ്യിൽ തന്ന്, എനിക്ക് മുട്ടുകുത്താൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ മുന്നിൽ അച്ഛൻ മുട്ടുകുത്തി എൻ്റെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കയ്യിൽ സൈത്ത് തന്നിട്ട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് 3 പ്രാവശ്യം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം, പൂർണ്ണ സൗഖ്യം കിട്ടും, ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഡിസംബറിലാണ് ഇവിടെ വന്നത്. ജനുവരി ആയപ്പോൾ വീണ്ടും എൻ്റെ ബ്രസ്റ്റിൽ വീണ്ടും ട്യൂമറുകൾ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അത് ഒരു ട്യൂമറാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും, ഇത് മൾട്ടിപ്പിളാണ്, അപ്പോൾ സർജറി ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ശരി, ഞാൻ വീണ്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്കിപ്പം മാർച്ച് ഏപ്രിലായിട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല, എനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. അതെങ്ങനെയാണ് ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ 10 നിമിഷം പോലും നിൽക്കാൻ പറ്റാത്ത എനിക്ക് ഇപ്പം എത്ര സമയം വേണമെങ്കിലും നിൽക്കാം, നടക്കാം, ജോലി ചെയ്യാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത എനിക്ക് യാത്ര ചെയ്ത് ഇവിടെ എത്താൻ പറ്റി. എല്ലാ കാര്യങ്ങളും എനിക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയെന്ന്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കാനോ ഒരു 5 മിനിറ്റ്സ് നിന്ന് പാത്രം കഴുകാനോ ഒരു ചെറിയ ജോലി പോലും ചെയ്യാൻ മേലാത്ത വ്യക്തിയാണ് ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് സാക്ഷ്യം പറയണം അമ്മേ, എന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയേണ്ടത്. അങ്ങനെ അമ്മയാണ് എന്നോട് പറഞ്ഞത്, മെയ് 2-ാം തീയതി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ. അങ്ങനെ മാതാവ് നിർദ്ദേശിച്ച പ്രകാരമാണ് ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഒത്തിരിയേറെ വിഷമങ്ങളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ
മാതാവ് കൂടെ നിന്ന് എപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞാൻ എവിടെ പോകുവാണെങ്കിലും മാതാവിനെ വിളിച്ചുകൊണ്ടേ പോകത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും, അമ്മേ ഞാൻ അവിടെ ചെല്ലുമ്പം എനിക്ക് വേണ്ടതെല്ലാം അവർ ഒരുക്കി വെക്കണേ, എനിക്ക് വേണ്ട ആവശ്യം ഞാൻ ചോദിക്കുന്ന മുമ്പ് അവരെന്നോട് ഇങ്ങോട്ട് പറയണേ എന്ന് പറയും. അപ്പോൾ എൻ്റെ അടുത്ത് ഉടമ്പടിയിൽ വെച്ച് കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഏത് ഓഫീസിൽ ചെന്നാലും ഒരു ഓഫീസിൽ ഒരു വാതിലുകളും എനിക്ക് അടയ്ക്കപ്പെടത്തില്ല. അതിനു മുമ്പ് എല്ലാം തടസ്സങ്ങളായിരുന്നു. പക്ഷേ മാതാവിനെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ആവശ്യം പറയുന്നതിന് മുമ്പ് എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഇങ്ങോട്ട് പറയും, റെബേക്ക നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്ത് തരാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറയും. അങ്ങനെ ഉടമ്പടിക്ക് ശേഷം അടഞ്ഞു കിടന്ന വാതിലുകളൊക്കെ ഞങ്ങളുടെ മുന്നിൽ തുറക്കാൻ തുടങ്ങി. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ലഭിക്കാൻ തുടങ്ങി. അപ്പം ഉടമ്പടി തൈലം വെച്ചിട്ട് എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. ആ കുട്ടിക്ക് ക്യാൻസറാണ്, അവൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. അപ്പം ഞാൻ അവൾക്ക് ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരച്ചു കൊടുത്തു, അതുപോലെ ഉപ്പ് കൊടുത്തു, തേനും കൊടുത്തു. ഇപ്പോൾ ആ കൊച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്നാണ് അവളുടെ ടെസ്റ്റ് ഉള്ളത്, May 2 അപ്പോൾ അവൾക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്. അങ്ങനെ മാതാവ് ഒത്തിരിയേറെ അത്ഭുതം ഉടമ്പടി തൈലത്തിലൂടെയും കാശ് രൂപത്തിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ഞങ്ങൾക്കായിട്ട് ചെയ്തു തന്ന ഞങ്ങളുടെ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടക്കേണ്ട ഒരു കാര്യം നടന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ആരെയാണ് ഒരുക്കിയത്? അതെങ്ങനെയാണ് നടന്നത്? ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു ചേട്ടനാണ്. ആ ഫാമിലിക്ക് ഞങ്ങളെ കുറേ നാളായിട്ട് അറിയാം. അപ്പോൾ ഞാൻ അവരോട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ വന്നിട്ട്, ഹസ്ബൻഡും വൈഫും കൂടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, റെബേക്ക നിനക്ക് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്തു തരാൻ അവർക്കറിയില്ല ആരാ അവരെ തോന്നിപ്പിക്കുന്നേ. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം അറിയാം, നിൻ്റെ കൂടെ ഈശോയും മാതാവും ശക്തമായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആരോ ഞങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുക നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് എന്ന് പറഞ്ഞ് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് വേണ്ടതായ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുഴുവൻ അവർ തീർത്ത് തരുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാനിങ്ങോട്ട് വരുവാണ്, എനിക്ക് രോഗസൗഖ്യം കിട്ടി. അപ്പോഴും അവരത് തന്നെയാണ് പറയുന്നത്, നിൻ്റെ കൂടെ ഈശോയും മാതാവും ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന പോലെയാണ് ഈശോയും മാതാവും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. എന്നാൽ കർത്താവേ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും അങ്ങയെ മഹത്വപ്പെടുത്തും. ബാറൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവചനമാണ് നാം ഇവിടെ കേട്ട സാക്ഷ്യം. ഈ മകളുടെ രോഗാവസ്ഥ, അതുപോലെ ഈ മകൾക്കുണ്ടായിരുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയാണ് തിരുവചനം പറയുന്നത് പോലെ തിരുവചനം അർത്ഥവത്താവുകയാണ്. ഇവിടെ തിരുവചനം അർത്ഥവത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. അതൊന്നുകൂടി നമുക്ക് വളരെ ബലമായിട്ട് ഈശോ നമ്മോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന്. അതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. അതായത് ഈ മകൾ റെബേക്ക ബെൻ എന്ന ഈ മകളുടെ ഓർഗൻ പ്രൊലാപ്സ്, ഈ മകൾക്ക് ഒരു വലിയ മുഴ ഉണ്ടായിരുന്നെന്നും 15 സെൻറ്റിമീറ്റർ ആയിരുന്നെന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 11ാമത്തെ ഹോസ്പിറ്റലിലാണ് അതൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടൊരു ഡോക്ടർ തയ്യാറായതെന്നും ഒക്കെ നാം സാക്ഷ്യത്തിലൂടെ കേട്ടു. അപ്പോഴങ്ങനെ വലിയ ഒരു അസ്വസ്ഥമായ സാഹചര്യത്തിൽ ഈ മകൾ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് അനുഭവപ്പെടുക. അതായത് തൻ്റെ ജീവിതത്തിൽ ബിസിനസ് മേഖലകളിലൊക്കെ ഉണ്ടായ ഹസ്ബൻഡിനുണ്ടായ തകർച്ചകളെക്കുറിച്ച് ഈ മകൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലും ദൈവത്തെ കൈവിടാതെ ഞങ്ങളെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അതാണ് തിരുവചനം പറഞ്ഞത്. എന്നാൽ കർത്താവെ, വലിയ ദുഃഖം അനുഭവിക്കുന്നവനും ക്ഷീണിച്ച് കുനിഞ്ഞു നടക്കുന്നവനും വിശന്ന് പൊരിഞ്ഞ് കണ്ണു മങ്ങിയവനും അങ്ങയെ മഹത്വപ്പെടുത്തുമെന്ന്. അതുതന്നെയാണ് ഇവർ ചെയ്തത്. ഇവരുടെ 21 വർഷത്തെ ബിസിനസ് തകർന്നപ്പോൾ ഇവരാകെ തകർന്ന് തരിപ്പണമാവുകയാണ്. ഇവർക്ക് പിന്നീട് മുമ്പോട്ട് എങ്ങനെയെന്ന് അറിയാത്തപ്പോഴും ഇവരെ ആശ്രയിക്കുന്നത് ജീവനുള്ള സത്യദൈവത്തിലാണ്. അതുകൊണ്ട് അമ്മ സാന്നിധ്യമാവുകയാണ് ഈ മകൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ സാധിക്കില്ല, ഇരിക്കാൻ സാധിക്കില്ല.
ഒരു ജോലിയും 5 മിനിറ്റ് പോലും ചെയ്യാൻ സാധിക്കില്ല. ഇൻറ്റസ്റ്റൈൻ ഡിസെൻഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ ഇറങ്ങി വരിക. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ ഇറങ്ങി വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന വേദന, അത് വയറ്റിലുള്ള ഇൻറ്റസ്റ്റൈനാണ്, കുടലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വേദന എന്തുമാത്രമാണ്. അങ്ങനെയുള്ള അവസരത്തിൽ ഈ മകൾക്ക് വീണ്ടും ഒരു ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. വീണ്ടും ഒരു വലിയ മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് പിന്നീടും ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് റിസ്ക്കാണ്. ഇങ്ങനെ വേദനിക്കുന്ന മകളുടെ അടുത്തേക്ക് അമ്മ കടന്നു വന്നിട്ട് പറയുന്നതാണ് നാം കേട്ടത്. നീ കൃപാസനത്തിൽ വരണം, അത് ആരെ കൂട്ടിക്കൊണ്ട് വരണം, നീ എന്ത് ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കുക, നമുക്ക് കാണാൻ പറ്റും, നമുക്ക് അനുഭവിക്കാൻ പറ്റും. നാം ഉടമ്പടിയിൽ, അതായത് അമ്മയോടൊത്തൊരു ജീവിതം നയിക്കുമ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെയാണ് ഈ മകൾക്ക് അമ്മയുടെ ആ ഒരു സാന്നിധ്യം അമ്മ കൊടുക്കുന്നത്. അതായത് തന്നിൽ ആശ്രയിക്കുന്ന ആ മക്കളുടെ അടുത്ത് ഏത് നിമിഷവും ഓടിയെത്തുന്ന ഒരമ്മയെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. നമ്മുടെ പെറ്റ അമ്മയെ പോലെ ആ അമ്മയേക്കാൾ സ്നേഹിക്കുന്നവനാണ്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മോട് പറയുക. അപ്പോൾ അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഒരു തമ്പുരാൻ, ആ തമ്പുരാൻ്റെ സ്വർഗീയ അമ്മ, ആ അമ്മയുടെ മാധ്യസ്ഥം എത്രമാത്രം ശക്തമായിരുന്നു ഈ മകളുടെ ജീവിതത്തിലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആ മകൾ ഇവിടെ വരുന്നു. തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ എല്ലാ അവസ്ഥകളും ഈ മകൾക്ക് മാറുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുന്നതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നത്, ഇതൊക്കെ നാം കേട്ട് കഴിഞ്ഞു. അപ്പോൾ അമ്മ പ്രവർത്തിക്കുമ്പോൾ, അമ്മ പറയുമ്പോൾ അവിടെ ഈശോയ്ക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന ഓരോ വാക്കും ഈശോ ആദരിക്കും. അതുതന്നെയാണ് നമുക്ക് സുവിശേഷങ്ങളിലുടനീളം, പ്രത്യേകിച്ച് കാനായിലെ കല്യാണ വിരുന്നിൽ കാണുവാൻ കഴിയുക. അങ്ങനെ ഈ മകൾക്ക് പരിപൂർണമായ രോഗസൗഖ്യം കിട്ടി. വീണ്ടും ഈ മകൾ ഇവിടെ വന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് സാക്ഷിയായിക്കൊണ്ട് അമ്മ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഈ മകൾ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അങ്ങനെ കടബാധ്യതകളിൽ നിന്നും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള രോഗത്തിൽ നിന്നും വിടുതൽ കിട്ടി. ഇന്ന് ഇവിടെ വന്ന് അമ്മയ്ക്ക് സാക്ഷിയായി നിൽക്കുന്ന ഈ മകളോടൊപ്പം നമ്മെയും ഇതുപോലെ സാക്ഷികളാക്കി അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ നമുക്കും സാധിക്കണമേ എന്ന ഒരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ. അതിന് നാമും കൊടുക്കേണ്ടതുണ്ട്. നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നാം ഒരു സാധാ മട്ടിൽ ഉടമ്പടി എടുത്താൽ പോരാ. നാം അതിനു വേണ്ടി കുറച്ചുകൂടെ എഫേർട്ട് എടുക്കണം, പ്രയത്നിക്കണം. അത് എത്രമാത്രമാണെന്ന് നാം ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചിന്തിച്ചൊരു തീരുമാനമെടുത്ത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം.